ഹലോ. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൻ അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതെന്ന് വന്നാൽ ആദ്യം തന്നെ കുഞ്ഞൻ്റെ ബാഗൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കും. അത് കഴിയുമ്പോൾ അംഗനവാടി വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കഴിച്ചിട്ടാണ് ഇവർ വരാറ്. എന്നാലും ആൾക്ക് നമ്മളുടെ വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൊടുത്ത് എന്തെങ്കിലും ഒരു സ്നാക്സും കൂടി കൊടുക്കും. കുഞ്ഞൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈകുന്നേരം ഫസ്റ്റ് ചെയ്യുന്ന തന്നെ കുഞ്ഞിനെ മേല് കഴിക്കുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ കുഞ്ഞിന് മടിയായിരുന്നു. ഇപ്പോൾ കുഞ്ഞൻ വരുമ്പോൾ തന്നെ ഡ്രസ്സ് മാറും, തന്നെത്താനെ മേല് കഴുകണം എന്ന് പറഞ്ഞ് നമ്മൾ മേലും കഴിക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് സമയം ടി വി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി നേരം ടി വി വെച്ച് കൊടുത്തു. ഇത്തിരി സമയം അവിടെ ഇരുന്ന് ഞാനും കൂടെ കൂടി ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ടി വി ഒക്കെ കണ്ടു. പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കിന് ആളുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് നഖം ഉണ്ടായിരുന്നു. നഖം എപ്പോഴും എല്ലാ ആഴ്ചയും നമ്മൾ കൃത്യമായിട്ട് ഇവൻ്റെ നഖം വെട്ടാറുണ്ട്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് വെട്ടുന്ന ഒരാൾ ഇവൻ്റെ മാമനാണ്. ഞങ്ങൾ ഒരാൾ എപ്പോഴും ഇവൻ്റെ നഖം വെട്ടാറുണ്ട്. അപ്പോൾ ഞാനപ്പോൾ പിന്നെ നഖം വെട്ടാൻ ആൾക്ക് ഇത്തിരി മടിയൊക്കെ ആയതുകൊണ്ട് ആളെ പിടിച്ചിരുത്തി ഒരു കണക്കിന് നഖമൊക്കെ വെട്ടി. നഖം നമ്മൾ കൃത്യം എന്താ പറയുക, ഒരാഴ്ചയ്ക്കുള്ളിൽ വെട്ടിയിരിക്കണം. പെട്ടെന്നാണ് ഇവരുടെ കയ്യിൽ നഖം വളരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നഖം പെട്ടെന്ന് തന്നെ വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു, ആളെ റെഡിയാക്കിയിട്ട്. അപ്പോൾ ആൾ അതും കൂടി വിചാരിച്ചിട്ടൊക്കെ നമ്മളോട് കുറച്ച് സഹകരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കാറാണ് പതിവ്. ആൾക്ക് അംഗനവാടി കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു അവിടെ ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുത്തതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. കുഞ്ഞല്ലേ, അവന് ചിരിക്കാനൊന്നും അറിയില്ല. ഒരുപാട് സമയം എടുത്തിട്ടാണ് ചേട്ടൻ ആ ഫോട്ടോയൊന്നും എടുത്തത്. എന്തായാലും ഫോട്ടോ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്ന വഴി മാമനൊരു പുതിയ ബനിയനും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മെസ്സി നമ്പർ 10. ഇവന് മാമൻ അവർ കളിക്കാൻ പോകുമ്പോഴുന്ന ജേഴ്സി അത് എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും നമ്പറുള്ള ബനിയൻ ഇട്ടാൽ ഭയങ്കര പവറാണെന്നൊക്കെയാണെന്ന് കുഞ്ഞൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് കുറേ നമ്പറുള്ള ബനിയനുണ്ട്. ഇതെല്ലാം കുഞ്ഞൻ്റെ മാമൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ എല്ലാം ചെറിയ സൈസ് ഇവനും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ബനിയനെല്ലാം കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ അടുക്കി വെച്ചൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. പിന്നെ എനിക്ക് നാളത്തേക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് തയ്ച്ചതാണ് കേട്ടോ ഒരു ചുരിദാർ. നല്ല പച്ച ചുരിദാറാണ്, സ്ട്രെയിറ്റ് ബോട്ടവും ചുരിദാറും. പിന്നെ ഷോളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളും അയാളും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എപ്പോഴും നോക്കണം. എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.